വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതിപ്പോൾ LP-UP ആയാലും നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ ഇപ്പോൾ ഇതിലെ വളരെ ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം മുമ്പോട്ട് പോകുന്ന പാട്ടുകളിലെല്ലാം ഇതിന് 1835 മെക്കാള മിനിറ്റ്സ് ആണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് വരുന്നത്. അടിച്ചിറക്കൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എല്ലാവരിലേക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇറക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതി അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോൾ ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്ന ചാൾസ് വുഡിൻ്റെ പേരിലാണ്. ഹായ്, നമസ്കാരം. എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ A to Zൻ്റെ സീരീസ് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സൈക്കോളജി ആയിരുന്നു ഇത്രയും കാലം നമ്മൾ പ്രാധാന്യത്തോടുകൂടി കണ്ടിരുന്നത് അല്ലേ. ഇപ്പോൾ A to Z സൈക്കോളജി സീരീസ് എന്നായിരുന്നു ഇതിൻ്റെ പേരെങ്കിലും നമ്മൾ എഡ്യൂക്കേഷൻ്റെ കണ്ടൻറ്റുകളെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് മനഃശാസ്ത്രത്തിൻ്റെ ഏരിയയിൽ നിന്നുകൊണ്ട് പറയുന്നതുകൊണ്ട് കുറച്ച് ദിവസത്തേന് നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാം. അത് A to Z സീരീസിൻ്റെ ഈ ഒരു പാർട്ട് തൊട്ട് കുറച്ച് പാർട്ടുകൾ ഈ ഇന്ത്യൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട മൈൽ സ്റ്റോണുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അതിപ്പോൾ LP-UP ആയാലും നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ എക്സാമിലായാലും കേറ്ററ്റിനകത്തായാലും ഒക്കെ നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി വരുന്ന ഒരു മേഖലയാണ്. ചുരുക്കി പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈവൻ സാധാരണ PSC പരീക്ഷകളിൽ പോലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ്. ഈ കമ്മീഷനുകളും അതിൻ്റെ റിപ്പോർട്ടുകളും അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളും വർഷങ്ങളും എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ളതാണ്. അപ്പോൾ എല്ലാം ഒരു ദിവസം കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പല പാർട്ടുകളായിട്ടായിരിക്കും കടന്നു പോകുന്നത്. അപ്പോൾ ഇതിലെ വളരെ ജനറൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആദ്യഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം മുമ്പോട്ട് പോകുന്ന പാർട്ടുകളിലെല്ലാം ഇതിനെ റിവൈൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനകത്തെ അഡീഷണൽ ഫാക്റ്റുകളെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചൊരു ഇപ്പോൾ എന്താ പറയുക ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് ഒരു പാർട്ടിൽ തന്നെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ അടിക്കും. ഈ കമ്മീഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിട്ട് പലരും പറയാറുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ ഇതിനെ ഉള്ളിലേക്ക് കയറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇന്ന് ഈ ക്ലാസ് തൊട്ട് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകാം. പ്രത്യേകിച്ച് DLDൻ്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും തന്നെ വിട്ടുപോകാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റിപ്പോർട്ട്സ് ആൻഡ് കമ്മീഷൻസ് ഇൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഒന്നാമത്തെ പാർട്ടാണ് A to Z സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് മുമ്പ് കേരള PSC ചോദിച്ചിട്ടുള്ള ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം ഒന്ന് കാണാം. അതിനുശേഷം ടോപ്പിക്കിലേക്ക് പോവാം. നോക്കൂ, പരീക്ഷാ സമ്പ്രദായത്തെ ഘടനാപരമായോ പ്രക്രിയാപരമായോ പരിഷ്കരിക്കാൻ ഒരു ദൈക്ഷണിക നവോത്ഥാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അഭിപ്രായപ്പെട്ടത് മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, യശ്പാൽ കമ്മിറ്റി, രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇപ്പോൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ കമ്മീഷനുകളെല്ലാം പഠിക്കുമ്പോഴും ഇങ്ങനെ ചില സെൻറ്റൻസുകളൊക്കെ അതിൻ്റെ അകത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലാത്ത ചില കാര്യങ്ങളാണ്. അതിൽ നിന്ന് പോലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിനെ കൊണ്ടുവന്നത്. ഇത് നഴ്സറി സ്കൂൾ ടീച്ചറിൻ്റെ മുൻവർഷത്തിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. നമുക്ക് LP-UPയുടെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഇതിന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അറിഞ്ഞിരിക്കാം, മുൻവർഷ ചോദ്യം ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. യശ്പാൽ കമ്മിറ്റിയിലാണ് ഇങ്ങനത്തെ ഒരു പരാമർശം ഉണ്ടായിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. യശ്പാൽ കമ്മിറ്റിയിലാണ് ആ ഒരു പരാമർശം ഉണ്ടായിരുന്നത്. അതേപോലെ മറ്റൊരു ചോദ്യം നോക്കാം. സാമാന്യ ജനതയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്ന് ശുപാർശ ചെയ്ത് ഹാർട്ടോ കമ്മിറ്റി, ഹണ്ടർ കമ്മീഷൻ, മെക്കാള മിനിറ്റ്സ്, വുഡ്സ് ഡെസ്പാച്ച്. അപ്പോൾ ഇവിടെ മിക്ക കമ്മീഷനുകളിലും ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സമാനമായിട്ടുള്ള പരാമർശം ഉണ്ടെങ്കിലും കേരള PSCയുടെ ആൻസറിൽ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത് വുഡ്സ് ഡെസ്പാച്ചാണ്. ഓപ്ഷൻ D ആണ് ആ ആൻസർ കീയിൽ ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ്, അതേപോലെ വർഷങ്ങൾ, ആ ഓരോ ഇതിൻ്റെ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമുക്ക് സമഗ്രമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഓർഡറിൽ നമുക്ക് ഈ ഒരു പഠനം കൊണ്ടുപോകേണ്ടതുണ്ട്. ആദ്യം തന്നെ ആ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളും അതിൻ്റെ വർഷങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഓരോ വർഷവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷങ്ങൾ പ്രാധാന്യത്തോടുകൂടി പഠിക്കണം, ചോദിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിലൂടെ കടന്നു പോകുമ്പോൾ 1835 മെക്കാള മിനിറ്റ്സ് ആണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടായിട്ട് വരുന്നത്. നമുക്കറിയാം, ചാർട്ടർ ആക്ട് 1813 ചാർട്ടർ ആക്ട് തൊട്ടിട്ട് ഇങ്ങോട്ട് വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രേഖയായിരുന്നു മെക്കാള മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, അരിച്ചിറക്കൽ സിദ്ധാന്തമൊക്കെ മെക്കാളയുടെ ആ ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നുണ്ട്. 1835 മെക്കാള മിനിറ്റ്സ് വരുന്നത്. അടുത്തത് വുഡ്സ് ഡെസ്പാച്ചാണ്. വുഡ്സ് ഡെസ്പാച്ച് 1854 വുഡ്സ് ഡെസ്പാച്ചിൻ്റെ വർഷം. നോട്ട് ചെയ്യേണ്ട വർഷങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഹണ്ടർ കമ്മീഷൻ റിപ്പോർട്ട് 1882 അതേപോലെ ഹാർട്ടോ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് 1929 സാർജൻ റിപ്പോർട്ട് 1944 അത്രയും കാലം
ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളുടെ കാര്യങ്ങളാണ് അവിടെ ഇനിയും ഉണ്ട് കേട്ടോ. ഞാൻ പ്രധാനപ്പെട്ട കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷനൊക്കെ ഉണ്ട്, വേറെ ഉണ്ട്. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നമ്മൾ മുമ്പോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടുകളെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ തന്നിട്ടുള്ളത്. ഇനി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നമുക്കറിയാം സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനുണ്ട്. അതിനിടയ്ക്ക് ഇന്ത്യൻ ഭരണഘടനയൊക്കെ വരുന്നുണ്ട്. അതിനകത്ത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് 1950 കാലഘട്ടത്തിൽ നമ്മൾ പ്രാധാന്യത്തോടുകൂടി പറയുന്നുണ്ട്. സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനാണ് ആദ്യത്തെ ഉള്ളത്. സെക്കൻഡറി വിദ്യാഭ്യാസ കമ്മീഷൻ 1953 വർഷങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്, നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നതാണ്. ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ 1966 ദേശീയ വിദ്യാഭ്യാസ നയം ആദ്യമായിട്ട് നമ്മുടെ രാജ്യം ഒരു ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്ന 1968 അതേപോലെ ദേശീയ വിദ്യാഭ്യാസ നയം 1986 ഉണ്ട്. പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992. എപ്പോഴും POA എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഓപ്ഷനിൽ വരാറുള്ളൊരു സാധനമാണ്. വർഷവും പ്രധാനപ്പെട്ടാണ് 1992. ഈ വർഷങ്ങളെല്ലാം ഇമ്പോർട്ടൻറ്റാണ്. യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് 1993. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005. 2000 ഉണ്ടായതിനു ശേഷം 2005 നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009, വളരെ പ്രധാനപ്പെട്ട കാര്യം. ആർട്ടിക്കിൾ 21A ഭാഗമൊക്കെയായിട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഒക്കെ വരുന്നു. അത് നിലവിൽ വരുന്ന വർഷം 2010. NCFTE നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ 2009. അതിനുശേഷം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഇപ്പോൾ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, നമ്മുടെ സ്വന്തം നാഷണൽ എഡ്യൂക്കേഷണൽ പോളിസി NEP 2020 സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. 2023 ഒരു കരട് രേഖ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ട് NCERT പുറത്തിറക്കിയിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേഷൻസൊക്കെ വരും നാളുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും NEP 2020 വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രധാനപ്പെട്ട രേഖകൾ NEP ഉൾപ്പെടെ 2020 ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കാര്യങ്ങളിൽ ഡിസ്കഷൻ പോകാൻ പോകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. 1835 നമ്മൾ ആദ്യത്തെ ആ ഒരു സ്ലൈഡിൽ കാണിച്ചല്ലോ, 1835 മെക്കാളയുടെ മിനിറ്റ്സാണ് ഒന്നാമത്തെ ഓർഡറിൽ ആദ്യം വന്നിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മളുടെ ഡിസ്കഷനിൽ നമ്മൾ ആദ്യം കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. മെക്കാളയുടെ മിനിറ്റ്സോട്ടാണ്. അപ്പോൾ ആദ്യം കണ്ട ആ ഒരു ഓർഡർ, ആ വർഷങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അത് ഓരോന്നായിട്ട് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ മെക്കാളയുടെ മിനിറ്റ്സ് 1835 പറഞ്ഞു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് എന്നൊക്കെ പറയുന്ന ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. മെക്കാളെ പറയുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രാദേശിക ഭാഷകളെയൊക്കെ ഒരു പരിധിവരെ പാടെ അവഗണിക്കുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നതെന്ന് കാണാൻ പറ്റും. എല്ലാ പോയിൻറ്റ്സിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ ഇപ്പോൾ ഇംഗ്ലീഷ് കൃതികൾ, അതിൻ്റെ പ്രാധാന്യങ്ങൾ, അത് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യങ്ങൾ, അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് തന്നെയുണ്ട്. അത് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരിച്ചിറക്കൽ സിദ്ധാന്തം ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്, ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഇതിൻ്റെയൊക്കെ കാതലായിട്ടുള്ള സത്ത എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ, ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുത്താൽ താഴേക്കുള്ള അവരുടെ ജോലിക്കാരിലേക്കും എല്ലാവരിലേക്കും അത് അരിച്ചിറങ്ങി വരും എന്നുള്ളതായിരുന്നു മെക്കാളയുടെ മിനിറ്റ്സിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്നും ഇന്ത്യൻ സൊസൈറ്റിയിൽ കാണാൻ പറ്റും. ഇംഗ്ലീഷിനോടുള്ളൊരു എന്താ പറയുക കൂടിയ ആഭിമുഖ്യം, അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടേണ്ടതിൻ്റെ ഓവർ പ്രാധാന്യത്തെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് യൂണിവേഴ്സലായിട്ട് നോക്കുമ്പോൾ. പക്ഷേ അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാദേശിക ഭാഷകളൊക്കെ തീരെ അവഗണിക്കുന്ന രീതിയിലുള്ളൊരു ചിന്താഗതി ഇന്നും ഇന്ത്യൻ ജനതയുടെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു അപ്പർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നന്നായി കിട്ടിയ ആൾക്കാർ എന്നൊരു ചിന്ത ഇന്നും നമ്മൾ പേറുന്നുണ്ട്. അത് മെക്കാളയുടെ മിനിറ്റ്സിൽ നിന്നുണ്ടായ ഒരു ഇമ്പാക്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തു തന്നെയായാലും മെക്കാളയുടെ മിനിറ്റ്സ് 1835 ഫെബ്രുവരി മാസത്തിലാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിൽ അടിസ്ഥാന രേഖകളിലൊന്നായിട്ടുള്ള മെക്കാള മിനിറ്റ്സ് പുറത്തു വരുന്നത്. 1813 ചാർട്ടർ ആക്ടിലെ വ്യവസ്ഥയ്ക്കൊത്ത് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഭാരതത്തിൽ നടപ്പിലാക്കേണ്ടത് എന്ന് വ്യക്തമായി നിർവചിക്കേണ്ടത് മെക്കാളയുടെ ചുമതലയായിരുന്നു. അപ്പോൾ 1813 ചാർട്ടർ ആക്ടിലേക്ക് വരുമ്പോൾ അവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യണം, അതേപോലെ ക്രിസ്ത്യൻ മിഷണറികൾക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ ഇന്ത്യയിൽ അവകാശങ്ങളൊക്കെ കൊടുത്തുകൊണ്ടൊക്കെ അവിടെ ഒരുപാട് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് 1835 വരുമ്പോൾ മെക്കാളയോട് പറയുകയാണ് ഇത്തരത്തിൽ ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഭാരതത്തിൽ നടപ്പാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചൊരു അടിസ്ഥാനമായിട്ടുള്ള ഒരു ആശയം കൊണ്ടുവരാനായിട്ട് പറയുകയാണ്. മെക്കാളയുടെ വാദങ്ങളെ നമുക്ക് ഈ പറയുന്ന പോയിൻറ്റ്സ് ആയിട്ട് സംഗ്രഹിക്കാം. ഇവിടെ എല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് കാണാൻ പറ്റും. 1813 ചാർട്ടറിൽ ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യം എന്നത് ഇംഗ്ലീഷ് സാഹിത്യമാണെന്നും പണ്ഡിതനായ ഇന്ത്യക്കാരൻ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് ലോക്കിൻ്റെ തത്വശാസ്ത്രം, മിൽട്ടൻ്റെ കവിത എന്നിങ്ങനെ ഇംഗ്ലീഷ് വിജ്ഞാനത്തിൽ ആഴത്തിൽ അറിവ് നേടിയ വ്യക്തിയാണെന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു. അപ്പോൾ പണ്ഡിതനായ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നവൻ ആരാ? അയാൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന, ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നല്ല നോളജുള്ള ഒരാളാണെന്നാണ് മെക്കാളയുടെ വാദം. ഇനി ശാസ്ത്രവിജ്ഞാനം ഇംഗ്ലീഷ് ഭാഷയിലൂടെ മാത്രമേ നേടാനാകൂ എന്ന് തറപ്പിച്ചു പറഞ്ഞു. അപ്പം സയൻസ് പഠിപ്പിക്കണമെങ്കിലും അത് ഇംഗ്ലീഷിലൂടെ മാത്രമേ പറ്റൂ എന്നാണ് മെക്കാളെ വാദിച്ചത്.
പൗരസ്ത്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർന്ന് നടത്തുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തി ഇന്ത്യൻ നാട്ടുഭാഷകളെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത പദങ്ങളും ഉപയോഗിച്ച് സമ്പന്നമാക്കുക എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇനി ഇന്ത്യക്കാരുടെ ഇടയിൽ യൂറോപ്യൻ സാഹിത്യവും ശാസ്ത്രവും പ്രചരിപ്പിക്കണം. പഠന മാധ്യമം ഇംഗ്ലീഷ് ആക്കുന്നതിൽ ഒരു വിഭാഗത്തിനും എതിർപ്പില്ലെന്നും പ്രത്യേകം അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. ഇന്ത്യയിലെയും അറേബ്യയിലെയും സകല സാഹിത്യത്തെക്കാളും വിലമതിക്കപ്പെട്ടതാണ് ഒരു അലമാരയിൽ ഒതുങ്ങുന്ന യൂറോപ്യൻ സാഹിത്യം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയാണ്. അപ്പോൾ ബാക്കിയുള്ള സാഹിത്യങ്ങളെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ട് യൂറോപ്യൻ സാഹിത്യമാണ് മഹത്തരമെന്നും അതിൽ വലിയ നോളജ് ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ അപാരമായ കഴിവും വിദ്യാഭ്യാസ മാധ്യമമായി അംഗീകരിക്കപ്പെടാൻ അതിനുള്ള എല്ലാ അർഹതയും എടുത്തു പറഞ്ഞു. ഭരണരംഗത്തെ ഇന്ത്യയിലെ ഉന്നത കുലജാതർക്ക് ഭരണഭാഷ ഇംഗ്ലീഷ് പ്രാവീണ്യമുണ്ട്. ഇംഗ്ലീഷ് പൗരസ്ത്യ നാടുകളിലെ മുഴുവൻ പ്രദേശത്തെയും ഭാഷയാകാൻ സാധ്യതയുള്ളതാണ്. ഇംഗ്ലീഷ് പൗരസ്ത്യ നാടുകളിലെ മുഴുവൻ പ്രദേശത്തെയും ഭാഷയാകാൻ സാധ്യതയുള്ളതാണ്. അപ്പം അദ്ദേഹം പറയാണ് ഇംഗ്ലീഷ് ഭാഷ ഇനി വരാൻ പോകുന്ന എല്ലായിടത്തും വ്യാപിക്കും. അപ്പോൾ അതിൽ തന്നെ വേണം എല്ലാവരും പഠിപ്പിക്കാനായിട്ട്. ഇന്ത്യയിൽ തന്നെ എങ്ങനെയാണ് ഭരണരംഗത്ത് ഇന്ത്യയിൽ ഉന്നത കുലജാതർക്ക് ഭരണഭാഷയായ ഇംഗ്ലീഷിൽ പ്രാവീണ്യമുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആ വേർഡ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. അരിച്ചിറക്കൽ സിദ്ധാന്തം അല്ലെങ്കിൽ ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എല്ലാവരിലേക്കും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇറക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതി മെക്കാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ ഒരു സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള അതിൻ്റെ ആദ്യ ഭാഗം നിങ്ങൾ എല്ലാവർക്കും കേട്ടിട്ടുണ്ടാകും. അതിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഭരണകർത്താക്കളായ നമ്മളും നാട്ടുകാരായ ഇന്ത്യക്കാരും തമ്മിൽ ആശയവിനിമയം ചെയ്യാൻ സഹായിക്കുന്നതും രക്തത്തിലും വർണ്ണത്തിലും, ഇവിടുന്ന് തൊട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക, രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരാണെങ്കിലും വീക്ഷണത്തിലും ബുദ്ധിശക്തിയിലും സദാചാരബോധത്തിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കാൻ കഴിയുന്നതെല്ലാം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസം ഇംഗ്ലീഷ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ ചിന്തകളിൽ അല്ലെങ്കിൽ രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീക്ഷണത്തിലും ബുദ്ധിശക്തിയിലും സദാചാരബോധത്തിലൊക്കെ ഇംഗ്ലീഷുകാരായിട്ടുള്ള ഒരു വർഗത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കണം ഇതിലൂടെ എന്നാണ് മെക്കാളെ മുൻപോട്ട് വെച്ചത്. ഈ പ്രസ്താവനയുടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം വ്യക്തമാക്കി. അപ്പോൾ ഈ പ്രസ്താവന ചോദ്യമായിട്ട് പലപ്പോഴും വന്നിട്ടുണ്ട്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. മെക്കാളയുടെ ലക്ഷ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയതിൻ്റെ ഫലമായി ഉപരിവർഗത്തെ ഇംഗ്ലീഷിൻ്റെ സ്വാധീനത്തിന് ഒരു പരിധിവരെ ഇന്നും അടിമപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു അപ്പർ ലെവലിലുള്ളവർക്കെല്ലാം ഇംഗ്ലീഷിൻ്റെ വിദ്യാഭ്യാസം എന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും അതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് എല്ലാ കാലവും ഇന്ത്യയിൽ അത് ആ ചിന്താഗതി നമ്മളിപ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി അടുത്തത് 1854 വുഡ്സ് ഡെസ്പാച്ചാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ പ്രാധാന്യത്തോടുകൂടി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വുഡ്സ് ഡെസ്പാച്ചുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ് 1854 വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്ന രേഖ. ഇവിടെ 1853 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാർട്ടർ പുതുക്കുന്നതോടനുബന്ധിച്ച് ഇന്ത്യയുടെ വിദ്യാഭ്യാസ നിലയെപ്പറ്റി ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ സെലക്ട് കമ്മിറ്റി ഒരു സമഗ്ര അന്വേഷണം നടത്തിയിരുന്നു. കഴിഞ്ഞ കാലത്ത് വിദ്യാഭ്യാസ നയങ്ങൾ അവലോകനം ചെയ്യുക മാത്രമല്ല ഭാവി വിദ്യാഭ്യാസം രൂപീകരിക്കുക കൂടിയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ആ അന്വേഷണത്തിൻ്റെ ഫലമായാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ 1854 ജൂലൈ 19 ചരിത്രപ്രസിദ്ധമായ വുഡ്സ് ഡെസ്പാച്ച് എന്ന രേഖയിലൂടെ ഇന്ത്യൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജനറലിന് വിദ്യാഭ്യാസപരമായ മാർഗ്ഗനിർദ്ദേശം നൽകിയത്. അന്നത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൺട്രോൾ ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്ന ചാൾസ് വുഡിൻ്റെ പേരിലാണ് ഈ ഒരു രേഖ അറിയപ്പെടുന്നത്. വുഡ് ഡെസ്പാച്ചിലെ വുഡ് ആരാ? ചാൾസ് വുഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഇനി ഇവിടെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാട്ട, ബ്രിട്ടീഷ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ മാഗ്ന കാട്ട എന്നറിയപ്പെടുന്ന രേഖ വുഡ് ഡെസ്പാച്ചാണ്. ഇത് ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യമാണ്, എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അറിയില്ലെങ്കിൽ മനസ്സിലുണ്ടാവണം. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ, അത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൽ മാഗ്ന കാട്ട എന്നുകൂടി വിളിക്കപ്പെടുന്ന ഈ രേഖ വളരെ പ്രധാനപ്പെട്ട നയരൂപീകരണം മുന്നോട്ട് വെച്ച റിപ്പോർട്ടാണ്. അക്കാലം വരെ വിദ്യാഭ്യാസ രംഗത്ത് അവഗണിക്കപ്പെട്ട പല കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 1854 നയം രൂപവൽക്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പാശ്ചാത്യ ശാസ്ത്രങ്ങളുടെയും വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മഹത്തായ പ്രയോജനങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് ഇന്ത്യൻ ജനതയുടെ കർമ്മശേഷിയും സന്മാർഗിക ബോധവും വികസിപ്പിക്കും. ഇന്ത്യയിൽ ലഭ്യമായ വിഭവങ്ങളുടെ വികാസത്തിന് ഇത് സഹായകമാകും. അതുവഴി സാമ്പത്തിക വർധനവിനും വാണിജ്യ വികസനത്തിനും വഴിതെളിയും. യൂറോപ്യൻ വിജ്ഞാനം ഉൾക്കൊള്ളുന്ന കലകൾ, ശാസ്ത്രങ്ങൾ, ദർശനം, സാഹിത്യം എന്നിവയുടെ അഭ്യസനമാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലൂടെ പഠനം നടത്താൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതിനെ സഹായിക്കും. അതേപോലെ സാധാരണക്കാർക്ക് പ്രാദേശിക ഭാഷയിൽ വിദ്യാഭ്യാസം നടത്താൻ അവസരമുണ്ട്. എന്നാൽ പ്രാദേശിക ഭാഷയിൽ വിദ്യാഭ്യാസം നടത്തുന്നവരും ഇംഗ്ലീഷ് ഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് വുഡ് ഡെസ്പാച്ച് പറയുന്നുണ്ട്. അപ്പോൾ പ്രാദേശിക ഭാഷയിൽ വിദ്യാഭ്യാസം നടത്താം, പക്ഷേ ഇംഗ്ലീഷ് ഉറപ്പായിട്ട് അവരും പഠിച്ചിരിക്കണമെന്ന് ഇവർ പറയുന്നുണ്ട്. ഈ രേഖ പൗരസ്ത്യ വിദ്യാഭ്യാസത്തെ തള്ളി പറയുന്നില്ല, എന്നാൽ അത് അബദ്ധജടിലമാണെന്നും ആധുനിക വൈജ്ഞാനിക ധാരണകൾ വ്യക്തമാക്കാൻ കഴിയില്ലെന്നും പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആശയങ്ങൾ. ഇവിടെ ഒന്നും എല്ലാ പോയിൻറ്റും പറയുന്നില്ല.
മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് അടുത്ത പാട്ടുകളിലൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനെ റിവൈൻഡ് ചെയ്യുന്നതിനകത്ത് വീണ്ടും കൂടുതൽ പോയിൻറ്റ്സ് ആഡ് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും 2 പ്രധാനപ്പെട്ട രേഖകളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത്. മെക്കാളയുടെ മിൻസിലും കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇനിയും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പോട്ട് പോകുന്ന പാർട്സിലൊക്കെ അടുത്ത പ്രധാനപ്പെട്ട രേഖകൾ പറയുന്നതിനൊപ്പം തന്നെ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. 2 പ്രധാനപ്പെട്ട രേഖകൾ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട രേഖകൾ, ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട നാഴികക്കല്ലായിട്ടുള്ള 2 രേഖകളാണ്. മാഗ്ന കാർട്ട എന്ന പേര് വരെ ഒരെണ്ണത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാധാന്യത്തോടുകൂടി പഠിക്കുക. ഇനിയും മുമ്പോട്ട് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി.